ഉപ്പ എനിക്ക് ഇത്രയും വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെലവഴിച്ചിട്ടില്ല. ഞാൻ ചെലവഴിച്ചിരിക്കുന്നത് എൻ്റെ സന്തോഷത്തിനും എൻ്റെ സംതൃപ്തിക്കുമാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ സംതൃപ്തിക്കുമാണ്. അത് കണക്ക് പറയേണ്ടതല്ല. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, യു കനോട്ട് ഫോഴ്സ് യുവർ കിഡ്സ്, യു ക്യാൻ ഓൺലി ഇൻസ്പയർ ദം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല, അവരെ പ്രചോദിപ്പിക്കാൻ സാധിക്കും. സ്വന്തം ജീവിതത്തിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ, സാമ്പത്തിക ഇടപാടുകളിലൂടെ, സത്യസന്ധതയിലൂടെ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റങ്ങളിലൂടെ, മതവിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയിലൂടെ എത്ര ഉപ്പമാർക്ക്, എത്ര ഉമ്മമാർക്ക് മക്കളുടെ മുന്നിൽ റോൾ മോഡലുകളാകാൻ കഴിഞ്ഞിട്ടുണ്ട്? സ്വയം ചോദിക്കണം. ഇന്ന് ഭക്ഷണവും വായുവും ജലവും പോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി സെൽഫി മാറിയിട്ടുണ്ട്. ഡിജിറ്റൽ ക്യാമറയോ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയോ നമ്മുടെ നേർക്ക് തിരിച്ചു വെച്ച് താൻ മാത്രമോ താനും മറ്റുള്ളവരും ഉൾക്കൊള്ളുന്നതോ ആയ ചിത്രങ്ങൾ എടുക്കുന്നതിനെയാണ് സെൽഫി എന്ന് പറയുന്നത്. 1839 റോബർട്ട് കൊർണീലിയസ് എന്ന ഫോട്ടോഗ്രാഫറാണ് ആദ്യത്തെ സെൽഫി എടുത്തതായി പറയപ്പെടുന്നത്. 2002 ഓസ്ട്രേലിയൻ ഇൻ്റർനെറ്റ് ഫോറത്തിലാണ് സെൽഫി എന്ന പദം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. 2013 ദ വേർഡ് ഓഫ് ദ ഇയർ, ആ വർഷത്തെ വാക്കായി സെൽഫി എന്ന പദം ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി തിരഞ്ഞെടുത്തു. ഇന്ന് എന്തിൻ്റെയും ഏതിൻ്റെയും മുന്നിൽ നിന്നും യാതൊരു സ്ഥലകാല ബോധമില്ലാതെ, വകതിരിവില്ലാതെ സെൽഫി എടുക്കാൻ, പോസ്റ്റ് ചെയ്ത് കമൻറ്റുകളും ലൈക്കുകളും വാങ്ങിക്കൂട്ടാൻ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കബറിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന വയോധികർ വരെ മത്സരിക്കുകയാണ്. രാഷ്ട്രനായകരും അതിൽ നിന്നും വ്യത്യസ്തരല്ല. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ലോകപ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും സൗത്ത് ആഫ്രിക്കയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന നെൽസൺ മണ്ടേലയുടെ ശവസംസ്കാര ചടങ്ങിൽ വെച്ച്, ഒരു ശവസംസ്കാര ചടങ്ങാണെന്ന സാമാന്യ ബോധം പോലും വിസ്മരിച്ചുകൊണ്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഡേവിഡ് കാമറൂണും താനും ഉൾപ്പെടുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഡേനിഷ് പ്രധാനമന്ത്രി ഹേലി തോണിംഗ് സ്മിത്ത് എടുത്തതേറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി.